ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ രേവതി നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും ഉണ്ടാക്കിയതായിട്ടുള്ള ബിരിയാണി എല്ലാം കഴിച്ച്, അതായത് ശ്രീകാന്തും കൂടെ ചേർന്ന് ഉണ്ടാക്കി ബിരിയാണി എല്ലാം കഴിച്ചിരിക്കുന്നു. അപ്പം ബിരിയാണി കിട്ടാത്ത ആയിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട്, നമ്മുടെ സുധിയും ചന്ദ്രമതി. അവർ ലാസ്റ്റ് കബളിപ്പിക്കപ്പെട്ട് ഇനി ബിരിയാണി ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് വെള്ളമൊക്കെ ഇറക്കി നിൽക്കുന്ന സീനാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. അതുപോലെ അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിക്ക് ഒരു കോൾ വരുന്നുണ്ട്, മീര വിളിക്കുന്നുണ്ട്. മീര വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് വരണം, നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇതൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ നീ വന്നു കഴിഞ്ഞ് കാര്യം പറയാം എന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ കാണാൻ പറ്റുന്നത് അങ്ങോട്ട് പോകുന്നതായിട്ടാണ്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ശ്രുതി ചെന്ന് കയറുമ്പോൾ തന്നെ ഞെട്ടിത്തയച്ച് നിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അതായത് ഓരോ ദിവസം കൂടുമ്പോൾ പണിക്ക് മേലെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അത് കള്ളത്തരം കാണിക്കുന്നവരെപ്പോഴും അടുത്ത കള്ളത്തരത്തിന് വേണ്ടി ഓരോ കള്ളത്തരം, അത് കള്ളത്തരത്തിന് മേലെ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം പൊടി, അത് ചീട്ടുകൊട്ടാരം പൊട്ടി വീഴുന്നത് പോലെ ശ്രുതിയുടെ നെഞ്ചത്തോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഈ പണികളെല്ലാം. അതായത് ശ്രുതി ഞെട്ടിത്തരിക്കുന്ന പറയുമ്പോൾ ബീരാനെ കാണുക. ബീരാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ശ്രുതി കാശ് കൊടുത്ത് കൊണ്ടുവന്നാണ്, വലിയ പണക്കാരൻ ഇളയപ്പനാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ടീമാണ് നമ്മുടെ ബീരാൻ. ആ ബീരാൻ ഇപ്പം ഇവിടുത്തെ നാട്ടിൽ നിക്കക്കളി ഇല്ലാതെ ഒരു സ്റ്റേജിലാണ്. കാരണം നമ്മുടെ രേവതി ചിക്കൻ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ചിക്കൻ കടയിൽ ചിക്കൻ വെട്ടുന്ന ഒരാളാണ് നമ്മുടെ ബീരാൻ. പക്ഷേ ആ സമയത്ത് രേവതിയെ മറച്ച് തുണിയൊക്കെ കൊണ്ടൊക്കെ മറയ്ക്കുന്നുണ്ട്. പക്ഷേ അത് എന്നിട്ട് ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട് നല്ല ഫ്രഷ് ചിക്കനാണ്, എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനകത്ത് പുതിയ കടയാണെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ തന്നെ മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ ഇവർക്ക് ഇനിയും ചാൻസ് ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ബീരാൻ പറയുന്നത്, എനിക്ക് ഇവിടെ നിൽക്കക്കളി ഇല്ല, നിങ്ങൾ എങ്ങനെയും എന്നെ പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത കാശിന് വേണ്ടിയുള്ളൊരു തത്രപ്പാടിലാണ് നമ്മുടെ ബീരാൻ. അപ്പോൾ ഇനി എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? കാരണം ഓരോ ദിവസം കൂടുമ്പോഴത്തേക്ക് പണിക്ക് മേലെ പണി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീര പറയുന്നുണ്ട്, നീ ചെയ്തതെല്ലാം വന്നുകൊണ്ടിരിക്കുക ശ്രുതി. അപ്പം ഇതെല്ലാം കണ്ടുപിടിക്കാനും ശ്രുതിയും രേവതിയും സച്ചിയും ദൈവം കനിഞ്ഞു നൽകിയ വരം പോലെ അവർക്കെല്ലാം അവരുടെ മുമ്പേ എല്ലാം തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി മീരനെ എണ്ണ ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നീ മിണ്ടാതിരിക്കുക, കാരണം ഒന്നാമത്തെ ടെൻഷൻ മേലെ ടെൻഷൻ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കും നമ്മുടെ മാമയുടെ വീട്ടിലേക്ക് രേവതി ചെല്ലുന്നുണ്ട്. രേവതി ചെന്നിട്ട് പറയുന്നുണ്ട്, മാമാൻ്റെ പൂ എന്ന് പറയുമ്പോഴത്തേക്ക് പൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് പൂ കിട്ടുമ്പോഴത്തേക്കും വേറെ പൂ കിട്ടുമ്പോഴത്തേക്ക് ആ പൂ മണത്ത് നോക്കുമ്പോഴത്തേക്ക് രേവതി പറയുക, ആൻറ്റി ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി, അതായത് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാനുള്ള പൂവാണ് ഇത്, നിങ്ങൾ അല്ലെങ്കിൽ ആ ദൈവത്തിന് മുമ്പേ വെക്കാനുള്ള പൂവാണ് ഇത്, നിങ്ങൾ മണക്കരുത്, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് പറയും. അയ്യോ അത് മറന്നുപോയി മോളെ. കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ പല ടെൻഷനിൽ നടക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം നിൻ്റെ അമ്മായിമ്മ, അവൾ കഴിഞ്ഞ 30 വർഷത്തോടുള്ള ഫ്രണ്ട്ഷിപ്പും കഴിഞ്ഞ ദിവസം ഇല്ലാതാക്കി. അത് നീ ക്യാഷ് കട്ടെടുത്തെന്ന് പറഞ്ഞ് ഭയങ്കര വിഷയം ഉണ്ടാക്കി. അതിൽ എനിക്കറിയാം നീ എടുക്കത്തില്ല മോളെന്ന് എനിക്കറിയാം. അതിൽ സച്ചി ഇവിടെ വന്ന് സച്ചിവൻ ഒരുപാട് സങ്കടപ്പെട്ടു, നീ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ, കാരണം ഞാൻ ഇതിന് നിരപരാധി ഇരിക്കുന്നത്, കാരണം ഞാൻ അവളുടെ കാശ് ഇവിടെ മേടിച്ച് വെച്ചതേ ഉള്ളൂ. പക്ഷേ കാശ് മേടിച്ച് വെച്ചതിൻ്റെ പരിണതഫലമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞ് അത് ക്യാഷ് തിരിച്ച് കിട്ടിയപ്പോഴത്തേക്ക് അവൾക്ക് സന്തോഷമായി ആദ്യം. പക്ഷേ അതിനോടനുബന്ധിച്ച് വേറൊരു സംഭവമുണ്ട്, ഈ ക്യാഷ് എങ്ങനെ തിരിച്ച് കിട്ടിയെന്ന് അവൾ അറിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. അറിഞ്ഞു രണ്ടാമത്തെ കാര്യം അറിഞ്ഞിട്ടില്ല ഇതുവരെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, ശ്രുതിമോൾ ഇവിടെ വന്നിട്ടുണ്ട്. ശ്രുതിമോൾ ഇവിടെ വന്ന് ക്യാഷ് 2 ലക്ഷം രൂപ നിനക്ക് വിഷയം ഉണ്ടാകുമെന്ന് പറയും. എനിക്ക് വിഷയം ഉണ്ടാവും, അതെ നിനക്ക് വിഷയം. ഒന്നാമത് നീ നിൻ്റെ ശരത്മോൻ്റെ വിഷയം, അല്ലാതെ ശരത്മോൻ നേരത്തെ വീട്ടിലെന്തെങ്കിലും വിഷയം ഉണ്ടാക്കി, പിന്നെ നീ പണക്കാരിയല്ല പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് നിന്നെ ടോർച്ചർ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രുതി അവൾ നിന്നെക്കുറിച്ച് കാണുന്നുണ്ട്. ഈ 2 ലക്ഷം രൂപ പോയത് നിൻ്റെ അമ്മായിമ്മ നിന്നെ സംശയപ്പെട്ടിട്ടാണെന്ന് പറഞ്ഞ് ശ്രുതി ഒരുപാട് പറഞ്ഞുണ്ടായിരുന്നു. ആ പറച്ചിലെല്ലാം ശ്രുതിക്ക് മനം തന്നിട്ടാണ് ഈ 2 ലക്ഷം രൂപ കൊണ്ടുവന്നത്. നിനക്ക് വീട്ടിൽ വിഷയമൊന്നും ഉണ്ടാകാതെ, നീ പാവമാണ്, നീ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത രീതിയിലാണ് ചന്ദ്രമതി നിന്നെ, അതായത് ആൻറ്റി നിന്നെ കുറ്റപ്പെടുന്നതൊക്കെ പറഞ്ഞു വന്നിട്ട് 2 ലക്ഷം രൂപ ഇവിടെ തന്നിട്ട് പോയതാണ്. പക്ഷേ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അവിടെ 2 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞയച്ച മോളെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഇത്ര ടെൻഷൻ, അതുകൊണ്ട് ഞാൻ ഈ പൂക്കൾ വരെ ഇങ്ങനെ മണപ്പിച്ച് പോയത്, സോറി എന്നൊക്കെ പറയും. ആൻറ്റി ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി, ഞാൻ എൻ്റെ പേരിൽ കുറ്റം മാറ്റാൻ വേണ്ടിയാണ് ശ്രുതി ക്യാഷ് തന്നത്. അത് മോളെ ശ്രുതി ക്യാഷ് തന്ന ശ്രുതി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആൻറ്റി എന്ന് പറയുമ്പോഴത്തേക്ക്, വിശ്വസിക്കണം മോളെ, അവൾ നല്ല മോളെ, കാരണം ഞാൻ കൊണ്ടു കൊടുത്തത് മരുമോളാണ്. അപ്പം എൻ്റെ സെലക്ഷൻ ഒന്നും തെറ്റിയിട്ടില്ല ഇതുവരായിട്ടും. നീ അത് നിൻ്റെ ഒരു ചേച്ചി, അത് നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയല്ലേ, അപ്പം അവൾ നല്ല രീതിയിൽ
നീ നന്നായി കാണാനും നിൻ്റെ ബിസിനസ്സായിട്ട് നിൻ്റേതായിട്ട് ജീവിതമാർഗ്ഗങ്ങളെല്ലാം നല്ല രീതിയിലായിത്തീരാനൊക്കെ അവൾ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അവൾ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ രേവതി. അപ്പോൾ രേവതി അങ്ങനെ നിൽക്കുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ശരി ആൻറ്റി, പറഞ്ഞൊരു സന്തോഷം, അറിഞ്ഞൊരു സന്തോഷം. എന്നിട്ട് ബാമ പറയും ഇത് വേറെ ആരും അറിയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് രേവതി നേരെ വീട്ടിൽ ചെന്നിട്ട് പറയുവാണ്, സച്ചിയോട് പറയണം, സച്ചിയേട്ടാ ഇന്നെ പോലൊരു സംഭവം നടന്നിട്ടുണ്ട്, വേറൊന്നുമല്ല, ഈ സുധി എനിക്ക് വേണ്ടി അവിടെ 2 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ആ ക്യാഷാണ് കളഞ്ഞു പോയ ക്യാഷെന്ന് തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. ഉടനെ സച്ചി, ആ ക്യാഷോ? അത് ഒരിക്കലും നടക്കത്തില്ല. സംഭവം എന്ന് പറഞ്ഞാൽ അത് നിന്നെ സഹായിക്കാൻ വേണ്ടി ആയിരിക്കത്തില്ല, അവൾ വേറെ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ട് അത് മറയ്ക്കാൻ വേണ്ടി ആയിരിക്കും നിന്നോട് ഈ കള്ളത്തരം പറഞ്ഞത്. ബാമാൻ്റെ അടുത്ത് കാശ് കൊടുത്തത് മിക്കവാറും. ഞാൻ നിന്നോടൊരു കാര്യം ചെയ്യട്ടെ, നീ ഇപ്പോൾ ഒരിടത്തുനിന്നൊരു സാധനം എടുക്കുക, ആ സാധനം ആൾക്കാർ അത് ആ സാധനത്തിൻ്റെ ഓണർ അത് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ പിടിക്കപ്പെടും എന്ന് പറയുമ്പോൾ നീ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് അവിടെ തന്നെ തിരിച്ചു വെക്കത്തില്ലേ? അതായിരിക്കും ഇവിടെ നടന്നത്. കാരണം ശ്രുതി ക്യാഷ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ അന്വേഷണം തകൃതിയായിട്ട് അത് ഞാനും നീയും എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞില്ല, പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്താ നടന്നത്? അത് അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവൾ ക്യാഷ് തിരിച്ചു കൊണ്ടുവച്ചു. ഇപ്പം പോലീസ് അന്വേഷണമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവളെ രക്ഷപ്പെട്ട് നിൽക്കുക. ഇതിൻ്റെ അകത്ത് സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരണം. ഇത് എങ്ങനെയും അന്വേഷിച്ച് പറ്റൂ. പാർലമെടുത്ത് നിന്നെ സഹായിക്കാൻ വേണ്ടി ഒന്നും ചെയ്യത്തില്ല. കാരണം ഇതിന് മുമ്പേ നിനക്ക് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. നിന്നെ ഒത്തിരി ആട്ടിയിട്ടുണ്ട് അമ്മ, ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്നെ അവഹേളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടു നിൽക്കുകയും കൂട്ടുകൂടി നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശ്രുതി. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നീ അവളെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് നോക്കാം സച്ചേട്ടൻ. പിന്നെ സച്ചേട്ടൻ പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഞാനും ഒരുപാട് ഇവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിരിക്കാം, നീ നിൻ്റെ വിശ്വാസം എന്നൊക്കെ ആകട്ടെ എന്നുള്ള രീതിയിൽ സച്ചി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ രേവതി ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. അപ്പം വർഷയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വർഷയും രേവതിയും നമ്മുടെ അടുക്കളയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ശ്രുതി വരുവാണ്. ശ്രുതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നാണ് വിശേഷം നോക്കുമ്പോൾ പറയുമ്പോഴത്തേക്ക് ശ്രുതിയോട് രേവതി പറയാം, ശ്രുതി എന്താണെങ്കിലും ശ്രുതി ചെയ്ത കാര്യങ്ങൾക്ക് വളരെ നന്ദി എന്ന് പറയുമ്പോൾ എന്ത് കാര്യം? ശ്രുതിയല്ലേ അവളെ കൊണ്ട് മാമാനിക്ക് 2 ലക്ഷം രൂപ കൊടുത്തത്, കളഞ്ഞു പോയ കാശ് തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഇവിടുത്തെ അമ്മ എന്നെ വഴക്ക് പറയുന്നില്ലോ, ആ ക്യാഷ് കിട്ടിയപ്പോഴത്തെ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അത് ശ്രുതി ആ ക്യാഷ് കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി സ്വയം പറയാണ്, ഇത് ബാമാൻ്റെയോട് പ്രത്യേകിച്ച് പറഞ്ഞത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കുളവാക്കി എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതിപ്പം ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്നൊക്കെ ഞാൻ ശ്രുതി സ്വയമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വർഷ പറയുന്നുണ്ട്. എന്നിട്ടും ശ്രുതി വർഷ പറയുന്നത് എന്നാലും ആ ക്യാഷ് എവിടെ പോയി? ആ ക്യാഷ് അപ്പോൾ 2 ലക്ഷം രൂപ ശ്രുതിയാണ് ക്യാഷ് കൊണ്ട്, ചേച്ചിയാണ് ക്യാഷ് കൊണ്ട് കൊടുത്തെങ്കിൽ അപ്പോൾ ആ 2 ലക്ഷം രൂപ എടുത്ത ആൾ അപ്പം അതിൻ്റെ അകത്ത് ക്യാഷ് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ശ്രുതി ചേച്ചിയുടെ മാല വിറ്റോ അല്ലെങ്കിൽ മാല പണയം വെച്ചാൽ ക്യാഷ് കൊണ്ട് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആക്ച്വലി അവിടെ ഇരുന്ന 2 ലക്ഷം രൂപ എന്ത് ചെയ്യും? അപ്പോൾ അത് ആരെടുത്തു? ഉടനെ പറയുന്നുണ്ട് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമെന്നുണ്ട്. അപ്പം ശ്രുതി രേവതി ചോദിക്കണം അതിനെ കണ്ടുപിടിക്കാൻ എങ്ങനെ എളുപ്പം? വർഷം ചോദിക്കുമ്പോൾ വേറൊന്നുമില്ല, അവിടെ ക്യാഷ് വെച്ച സ്ഥലത്ത് അന്ന് ആ ക്യാഷ് പോയ അന്ന് ആരൊക്കെ അവിടെ വിസിറ്റ് ചെയ്തേക്കുന്നത്, എന്തിനൊക്കെ വിസിറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ലിസ്റ്റ് എടുക്കുവാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറയും. ഉടനെ എന്നിട്ട് ശ്രുതി പറയുക അങ്ങനെയൊക്കെയാണോ? ശരി, അങ്ങനെയല്ലേ, പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് രേവതി പറയും അതിന് ആവശ്യമുണ്ട്. ഇപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് കേസ് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. കാരണം കേസ് കൊടുത്ത് എല്ലാ പോലീസും കാര്യങ്ങളെല്ലാം വന്ന് ഉള്ളതും കൂടുതൽ ഉള്ള സമാധാനം ഇല്ലാതെ ഇപ്പം ക്യാഷ് തിരിച്ച് കിട്ടില്ല, വെറുതെ നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്ത് നടക്കുന്നതിന് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയും എനിക്ക് വിഷയങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് പോലീസ് കയറി ഇറങ്ങും. പിന്നെ മാത്രമല്ല ഞങ്ങളതിന് മാന്യമായിട്ടൊരു ബിസിനസ് നടത്തുന്നുണ്ട്, അതിൻ്റെ അകത്ത് അവിടെയും പോലീസ് കയറി അന്വേഷണം എൻ്റെ അടുത്തും നിങ്ങളുടെ അടുത്തെല്ലാം അന്വേഷിക്കുന്നവർ ഞങ്ങളുടെ അടുത്തും അന്വേഷിക്കും. ഇപ്പം ബിസിനസ്സിനെ ബാധിക്കും, ആൾക്കാരെല്ലാം വന്നിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കും, അതൊക്കെ മോശമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അതെന്താ മോശം, എല്ലാവരും അന്വേഷിക്കണം, അപ്പോൾ 2 ലക്ഷം തരം വെറുതെ കിട്ടുമോ എന്നുള്ള രീതിയിൽ വർഷം ചോദിക്കുന്നുണ്ട്. അപ്പം ശ്രുതി ഇങ്ങനെ സ്വയം പറഞ്ഞു ഇവളെന്നെ ഡിറ്റക്റ്റീവാണ്, ഡിറ്റക്റ്റീവിനെ പോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളില്ലാതായിക്കൊണ്ട് ഇവൾ എങ്ങനെ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് ഊരി വരാൻ നോക്കുക, അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ക്യാഷ് എടുത്ത് അത് മറയ്ക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അത് മറച്ച് ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾ പിന്നെയും ഇതുമായിട്ട് വന്നേക്കുന്നത്, ശ്രുതി വന്നേക്കുന്നത്. അപ്പോൾ ശ്രുതി വെച്ചുകൊണ്ട് ശ്രുതി പറയുന്നിട്ടാണ് പോയിൻ്റ്, നമ്മൾ സമ്മതിച്ച് കൊടുക്കരുത്, എന്നാണ് ഇത് ഒഴിവാക്കി വിടണമെന്നൊക്കെ പറയുന്നൊരു സീനാണ് നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. ഇപ്പോൾ പ്രൊമോ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഇനി നാളെ ഫുൾ വീഡിയോ നാളെ രാവിലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. എല്ലാവരും ചാനൽ ഫുൾ വീഡിയോ എല്ലാം കാണണമെന്ന് ഒരു കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.
അതുപോലെ പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട്. ഈ ചാനലിൽ തന്നെ നമ്മുടെ കാറ്റത്തിക്കിളിക്കൂട് എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ഷോർട്ട് വീഡിയോ അതുകൂടാതെ ലോങ് വീഡിയോ ഇടുന്നുണ്ട്. നമുക്ക് ആ ചാനലും കൂടെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കാണാത്തവർ കാണണ്ട, അതല്ല ഞാൻ പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ചാനലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ അവതരണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനലും കൂടെ കണ്ട് അല്ല ആ വീഡിയോ കണ്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ നമ്മൾ മഴതോരും മുമ്പ് എന്ന് പറഞ്ഞ സീരിയൽ ഇടുന്നുണ്ട്. മഴതോരും മുമ്പ് സീരിയൽ നമ്മൾ അതിൻ്റെ വീഡിയോ വേറൊരു ചാനലാണ്. ആ ചാനൽ ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, നമ്മൾ അതിൻ്റെ ലിങ്ക് തരുന്നതാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.